എന്തിനാ ടെറസിലേക്ക് പോയത്? അതും ഒറ്റയ്ക്ക്. ഗന്ധർവനും ദേവേന്ദ്രനും അവളുടെ അപ്പൻ മുത്തുപട്ടരും എല്ലാവരെയും കത്തിക്കും ഞാൻ. ഈശ്വര, ഇത് പ്രിയം പാറുവിന് വാങ്ങിക്കൊടുത്ത സാധനങ്ങളല്ലേ? എത്രയും പെട്ടെന്ന് പാറുവിന് വിവരം അറിയിക്കണം. പാറു, എന്താ മോൻ ചേട്ടാ, എന്തിനിങ്ങനെ ഓടിക്കത്തിച്ചു വരുന്നേ? ഗന്ധർവൻ നിനക്ക് തന്ന സമ്മാനങ്ങൾ വെച്ചിരിക്കുന്ന ബാഗ്, അത് കരുണാകരൻ സാറിന്റെ കയ്യില. അയാളത് നശിപ്പിക്കാനുള്ള പരിപാടിയില്ല. അയ്യോ, അയാൾ ടെറസിലുണ്ട്. വേഗം ചെന്ന് തടയി. എന്താ മോൻ ചേട്ടാ പ്രശ്നം? അതൊക്കെ പറയാം, നീ വാ. ഈ കാറ്റ് പോലും ആ പട്ടിക്കാട്ടുകാരിക്ക് വേണ്ടിയാണല്ലോ അടിക്കണേ. നാശം പിടിക്കാൻ. ജോലി ചെയ്യുന്ന സമയത്ത് നിനക്ക് നടിയുടെ കാര്യം ഇറങ്ങിപ്പോടി. ഇനി എന്തെങ്കിലും മിണ്ടിയാ ഞാൻ എന്താ ചെയ്യുന്ന എനിക്ക് പോലും അറിയില്ല. നീ അത്രയ്ക്കായ എന്റെ നേരെ ഒച്ച വെക്കാനുള്ളതായിരുന്നു നിനക്ക് വന്നാ. സാറേ, ഇങ്ങനെ മനസാക്ഷിയില്ലാതെ പെരുമാറരുത്. സ്വന്തം കാര്യം നോക്കി നടന്നാലേ നിനക്ക് കൊള്ളാം. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാണല്ലോ. താൻ എന്ത് ചെയ്യും? എന്താ ചെയ്യുന്ന? മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിലേ എന്റെ തനി സ്വഭാവം നീ കാണും. തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാ ചെയ്. എന്റെ ഗന്ധർവന്റെ സാധനങ്ങൾ കത്തിക്കാൻ താൻ ആരാ? എന്റെ ബാഗ് തൊടാൻ തനിക്ക് ആരാ അധികാരം തന്നത്? ഞാനൊരു സാധാരണ തൊഴിലാളിയാണെന്ന് കരുതി താൻ ചെയ്യുന്ന എന്ത് തെമ്മാടിത്തരവും ഞാൻ സഹിക്കുന്നു കരുതിയോ? ഇത് നിന്റെ ഹോസ്റ്റലല്ല, ഇത് കമ്പനിയാ. ഇവിടെ ആവശ്യമില്ലാത്ത സാധനം കണ്ട ഞാൻ ചിലപ്പോ കത്തിച്ചെന്നിരിക്കും. അതെന്റെ ഇഷ്ടം. നിന്റെ മുടിഞ്ഞ ഗന്ധർവനാന്ന് പറഞ്ഞേ ഓർത്തം വന്നത് നീ മറന്ന ഒരു നണ്ടൻ. അയാളുടെയൊക്കെ പ്രശ്നങ്ങൾ കാരണേ ഈ കമ്പനിയുടെ പേരെ ഒരു കൊലക്കേസ് വരെ വലിച്ചഴിക്കപ്പെട്ടു. ഇനി അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഞാൻ വേണം ഉത്തരം പറയാൻ. കൈലാഷ് സാർ അറിഞ്ഞോട് തന്നെയാ ഞാനിത് കൊണ്ടുവന്നത്. അദ്ദേഹം ചോദിച്ചാൽ ഞാൻ ഉത്തരം പറഞ്ഞോളാം. ഇനി എങ്ങാനും എന്റെ ബാഗിൽ താൻ തൊട്ടാം താൻ വിവരം അറിയും. എന്നാ അതൊന്നും കാണണല്ലോ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ സാധനങ്ങളൊക്കെ ഇവിടെ നിർത്ത് മാറ്റിയില്ലെങ്കിൽ ഞാനിത് എന്തായാലും കത്തിക്കും. തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി തൊട്ട് നോക്ക്. നീ എന്ത് ചെയ്യൂടി? കത്തിക്കും, പച്ചയ്ക്ക് കത്തിക്കും. നമുക്ക് കാണാം. നിങ്ങൾ എന്ന് നോക്കിയിരിക്ക, പോയി ജോലി. നീ ഇതെന്തിനുള്ള പുറപ്പാട് പാറു? ആ ഗന്ധർവൻ കാരണം നിനക്കുണ്ടായ പ്രശ്നങ്ങളെല്ലാം നീ മറന്നോ?
ഇനി അയാൾക്ക് വേണ്ടി ആകെയുള്ളൊരു ജോലിയും കൂടെ കളയണോ? നിങ്ങൾ പോയിക്കോ, എനിക്ക് കുറച്ചേരം തനിയെ ഇരിക്കണം.